എവ്രിതിങ് കംപ്ലീറ്റഡ്, എല്ലാം പൂർത്തിയാക്കി. എല്ലാം പൂർത്തിയാക്കി എന്ന് പറയാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടുള്ളത് യേശുക്രിസ്തുവാണ്. എന്നാൽ പഴയ നിയമത്തിലെല്ലാം പൂർത്തിയാക്കി എന്നൊരു ഭാഗമുണ്ട്. അതാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് തന്നെ വ്യക്തമായിട്ടും ഇങ്ങോട്ട് പറയുന്ന വചനങ്ങളാണ് പറഞ്ഞു തരുന്നത്. അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം ഈ നമ്മൾ പറയത്തില്ലേ, സ്വർണം ഇങ്ങനെ തീക്കകത്തിട്ട് കത്തിച്ച് 7 വട്ടം കത്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖം ഈ സ്വർണത്തിനകത്ത് കാണുമ്പം പ്യുവറാന്ന് പറയും. അങ്ങനെയാണ് പല വാക്യങ്ങളും ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ ഒരു വാക്യമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഉൽപ്പത്തി 2:3 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. 2:2 തൊട്ട് വായിക്കാം. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം. ആര് ചെയ്ത പ്രവൃത്തിയാ? പിതാവാം ദൈവം, പുത്രനും പരിശുദ്ധാത്മാവും കൂടെ. താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിർവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്ന് അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഇല്ലേ? അതായത് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 6 ദിവസം കൊണ്ട് ഭൂമിയും ഭൂതലത്തിലുള്ളതും സകലത്തതും. ദിവസത്തിൻ്റെ വലിപ്പം എനിക്കറിഞ്ഞുകൂടാ, കാരണം 1 തൊട്ട് 3 വരെ സൂര്യൻ പോലും ഇല്ലായിരുന്നു. 4-ാം ദിവസമാണ് സൂര്യൻ പോലും ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കണം. സൂര്യനും ചന്ദ്രനും ഒന്നും ആദ്യം ഇല്ല. സൂര്യനുണ്ടെങ്കിലല്ലേ വെളിച്ചം വരത്തുള്ളൂ. ഇത് 4-ാം ദിവസമാണ്. നമ്മൾ ഈ ഉൽപ്പത്തിയിൽ 10-ാം വാക്യത്തിൽ ദൈവം ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഭാഗമാണ് 12. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നു, ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയാൻ ഉതകാൻ ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവൾ വെളിച്ചങ്ങളായി ഇരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അതായത് ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നത് 4-ാം ദിവസമാണ്. അപ്പം 4-ാം ദിവസം വരെ എത്ര ടൈം ആയിരുന്നു നമുക്കറിയത്തില്ല. ടൈം ഗ്യാപ്പ്, ഒരു ദിവസത്തിൻ്റെ വലിപ്പം 1 തൊട്ടുള്ള 3 വരെയുള്ള ദിവസത്തിൻ്റെ ടൈം ഗ്യാപ്പ് എന്താണെന്ന് പറയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലെ 4-ാം ദിവസമാണ് സൂര്യചന്ദ്രനെ സൃഷ്ടിച്ച്. അങ്ങനെയാണെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് എന്നൊക്കെ പറയുമ്പം അതിനകത്തെ അർത്ഥം നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. കാരണം ഇത് നമുക്ക് മെഷർ ചെയ്യാൻ വയ്യാത്ത ടൈമാണ്. 1000 സംവത്സരം ദൈവത്തിന് ഒരു ദിവസം പോലെയാണെന്ന് പറയുന്നുവെങ്കിൽ എത്ര 1000 വർഷങ്ങൾ മുമ്പിലുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇതൊന്നും എനിക്കറിയേണ്ടതായിരുന്നു എങ്കിൽ ഇത് വേദപുസ്തകത്തിൽ എഴുതിയേനെ. അത്രയും ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. കൂടുതൽ അറിഞ്ഞിട്ട്, അതായത് ഒത്തിരി ചിന്തിച്ച് നമ്മൾ തല കളയേണ്ട ആവശ്യമില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചൊവ്വേ ജീവിച്ച് ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച് സ്വസ്ഥമായിട്ട് ജീവിച്ച് നന്മ ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോക ജീവിതം രക്ഷയുടെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ചെറിയ പീരിയഡായിട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ സൂര്യചന്ദ്രനെ സൃഷ്ടിച്ചത് 4-ാം ദിവസം. അത് കഴിഞ്ഞിട്ട് ഈ 6 ദിവസവും ദൈവം തമ്പുരാൻ ഓരോന്നും ഉണ്ടാകട്ടെ, സൂര്യചന്ദ്രൻ ഉണ്ടാകട്ടെ, പിന്നെ വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ, പിന്നെന്തുവാ, വെള്ളം വെള്ളത്തോട് വിഭജിക്കട്ടെ, പിന്നെ നാൽക്കാലികൾ ഉണ്ടാകട്ടെ, സമുദ്രത്തിൽ മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ. ഇതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായി. അതാണ് ശബ്ദത്തിന്, ദൈവത്തിൻ്റെ ശ്വാസമാണല്ലോ, അത് ജീവനാണ്. ഇപ്പോഴും ദൈവം സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കണമല്ലോ. അവർക്ക് ദൈവം നിർത്തുന്നില്ല. അതാ പറയുന്നത്, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നെന്ന്. നമുക്ക് മനസ്സിലാകാൻ വയ്യാത്ത ഒരു വലിയ അതായത് ഫാതംലെസ് നോളജാണ് ഇതിൻ്റെ പുറകെ കിടക്കുന്നത്. പിന്നെ അല്പം അറിയുന്നതിൽ നമ്മൾ സന്തോഷിച്ച് ദൈവത്തിൽ സന്തോഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കൂടുതൽ അറിഞ്ഞിട്ട് കാര്യമില്ല. അറിഞ്ഞിട്ട് വെറുതെ ഒത്തിരി നോളജ് ബുദ്ധിഹീനത പ്രശ്നം ഉണ്ടാക്കുമെന്ന് ശലോമോൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇതെല്ലാം പൂർത്തിയാക്കിയെന്ന് 6-ാം ദിവസം സകലതും പൂർത്തിയാക്കിയ ദൈവം പറയുകയാണ്, ഇനി നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. എങ്ങനെയാണ്? മണ്ണിൽ നിന്ന്, അല്ലെ ഡസ്റ്റിൽ നിന്ന് ദൈവം തമ്പുരാൻ, ഡസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കരടൊന്നുമില്ല, ഈ മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യനെ തൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയെന്നാണ് മനുഷ്യനെ കുറിച്ച് പറയുന്നത്. വേറെ എല്ലാം പറയുകയായിരുന്നു, മനുഷ്യനെ മാത്രമേ. അതെന്താ ദൈവം പറയുന്നു? ഉൽപ്പത്തി 1:26-27 ആകുമ്പോഴത്തേക്കും പറയുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പം നമ്മളെ സൃഷ്ടിക്കേണ്ടിയപ്പം കൈ ഉപയോഗിച്ചു. 2-ാം അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളെയൊക്കെയും തികഞ്ഞ് താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്തു.
തീർത്ത ശേഷം അതിന് ദൈവം സ്വസ്ഥതയുള്ള 7-ാം ദിവസം ദൈവം അത് സ്വസ്ഥതയുള്ള ദിവസമാക്കി അതിനെ അനുഗ്രഹിച്ചു. പിന്നെ 2-ാം അധ്യായം ആദത്തിനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 6 ദിവസം കൊണ്ട് സകലതും സൃഷ്ടിച്ചത് 1-ാം അധ്യായത്തിനകത്ത് എഴുതി തീർത്തു എങ്കിൽ ആ ദൈവം 2-ാം അധ്യായം തീർത്തപ്പം തുടങ്ങിയപ്പം പറയുന്നത് ഐ ഫിനിഷ്ഡ് ദ വർക്ക്. ദൈവം പൂർത്തിയാക്കിയൊരു ജോലിയാണ്. പിന്നെ ഈ പൂർത്തിയാക്കിയ ജോലി കലക്കമാക്കിയത് ആരാണ്? നമ്മൾ. പൂർണ്ണ സ്വാതന്ത്ര്യം തന്ന് നമ്മളെ ഭൂമിയും ഭൂതലത്തിലുള്ള സകലതും അധീനതയിലാക്കി. 8-ാം സങ്കീർത്തനം വായിച്ചറിയാം. ഭൂമിയും ഭൂമിയിലുള്ള സകലത്തിനെയും മനുഷ്യനെ അധീനതയിലാക്കി തന്നു. ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. സകലത്തെയും അവൻ്റെ അധീനതയിലാക്കിയിരിക്കുന്നു. നമ്മുടെ അധീനയിലാണ് സൂര്യൻ ചന്ദ്രൻ, നമ്മുടെ അധീനതയിലാണ് വെള്ളം, നമ്മുടെ അധീന മൃഗങ്ങൾ, നമ്മുടെ അധികാരത്തിനാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവധിക്ക് വന്നപ്പം വലിയൊരു വെള്ളപ്പൊക്കമുണ്ട്. അന്നേരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൺവെൻഷന് പോകുമായിരുന്നു. കൺവെൻഷന് പോയി പാവങ്ങളുടെ ഇടയ്ക്ക് ഞാൻ വചനം പറയാൻ പോകും. ഒരാൾ പ്രത്യേകം എനിക്ക് വേണ്ടി ഞാൻ പോകാവുന്ന ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. വളരെ പാവങ്ങളുടെ അടുക്കൽ ചെന്ന് വരും. അപ്പോൾ അവിടെ ഈ വെള്ളം പൊങ്ങിയിട്ട് വെള്ളം ഇങ്ങനെ മുകളിലോട്ട് ഇവരുടെ കൂരയ്ക്ക് മുകളിലോട്ട് വരാറായപ്പോഴത്തേക്ക് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? അപ്പോൾ ഒരു സ്ത്രീ അതിനകത്ത് പറഞ്ഞു, ശരിയാ, വീടിൻ്റെ കൂരയുടെ മേളിൽ കയറിയിരുന്ന് ഞാൻ ഇപ്പോൾ അവിടം വരെ വെള്ളം കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, വെള്ളം ഇനി കയറാനൊക്കത്തില്ല, താഴോട്ട് പോയെന്ന്. കാരണം നിവൃത്തികേട് വന്നപ്പോൾ. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും പോയി രക്ഷിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആ വെള്ളം അപ്പോൾ ഞാൻ ചോദിച്ചു, വെള്ളം താണോ? അവർ പറഞ്ഞു, വെള്ളം പിന്നെ പൊങ്ങിയില്ല, വെള്ളം താണു പോയെന്ന്. അപ്പം വെള്ളം പോലും അനുസരിക്കും, കാറ്റനുസരിക്കും, ഭൂമിയിലുള്ള സകലതും അനുസരിക്കും. അത് പരീക്ഷിച്ച് നോക്കുന്നവർക്കറിയാം. ദൈവത്തോട് ഒട്ടിരിക്കുന്നവർക്ക് ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല, പക്ഷേ ആത്മാവുള്ളവർക്ക് ഞാൻ പറയുന്നത് നന്നായിട്ട് മനസ്സിലാകും. പിന്നെ കർത്താവ് പറയുന്നത് 2-ൽ പറയുന്നത്, ഞാൻ സകലതും പൂർത്തിയാക്കി കഴിഞ്ഞു. ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്ന് നിർവൃത്തനായതുകൊണ്ട് ഈ 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. അനുഗ്രഹിക്കുക തന്നെയല്ല, ശുദ്ധീകരിച്ച ദൈവമാണ് നമ്മുടെ. ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണമായിട്ടും പുതിയ സൃഷ്ടിയാകുമ്പോൾ നമുക്കുള്ള പ്രവൃത്തികൾ അവൻ പൂർത്തീകരിച്ചു. കാരണം ക്രൂശിന്മേൽ കടന്നപ്പോൾ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ക്രൂശിന്മേൽ കടന്ന് ലാസ്റ്റ് പറഞ്ഞ വാക്യമാണ്, സകലതും പൂർത്തിയാക്കി ഇതാ എൻ്റെ ആത്മാവിനെ നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ നമ്മൾ മറക്കാൻ എങ്ങനെ ഒക്കും? ഈ ദൈവമില്ലാതെ എന്ത് എക്സിസ്റ്റൻസ് നമുക്കുള്ളത്? ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും ഹൃദ്യമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം ഒത്തിരിയും അനുഗ്രഹമായിട്ട്. അതായത് നമുക്ക് തരേണ്ടിയ ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും എല്ലാം ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ എത്രമാത്രം ഇത് സ്വീകരിച്ച് എൻ്റേതായെന്ന് ജീവിക്കുമ്പോഴാണ് നമ്മളിൽ ദൈവത്വത്തിൻ്റെ തേജസ് വരുന്നത്. പിന്നെ ഞാൻ പറയുന്നത് നടക്കാതിരിക്കാനൊക്കത്തില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ ഫലഭൂഷ്ടി ഉണ്ടാകാതിരിക്കും. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും ശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സിലും ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ നടക്കുന്ന ഓരോ സ്റ്റേജിലും കർത്താവിൻ്റെ കൈ കാണാൻ വെക്കും. അവിടെയാണ് എല്ലാം തികഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കാൻ വലിയ പാടാണ്. ബിക്കോസ് ഇതൊരു പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന ഒരു ലോകമായതുകൊണ്ട് ഒക്കെ തികഞ്ഞിട്ട് ദൈവത്തെ വിളിക്കാനും സന്തോഷിക്കാനും ഒക്കത്തില്ല. ഉള്ളതിൽ ചെറിയതിൽ കർത്താവിൻ്റെ കരങ്ങൾ അന്ന് ഈ ചിലർക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്. ചിലർക്ക് ഒട്ടനെ ഞാൻ പറയത്തേ ഉള്ളൂ, അതിനു മുമ്പേ ഉണ്ടാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർക്ക് സമയം ഘട്ടമായിട്ട്. കാരണം they need to come closer and closer and closer and until they see God. വേറൊരാൾ പ്രാർത്ഥിച്ച ഗമ പറയുന്നതിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ഞാനല്ല വേറൊരാൾ പ്രാർത്ഥിച്ചാലും നടക്കും. പക്ഷെ അവിടം കൊണ്ട് നിനക്ക് പൂർത്തീകരിക്കുന്നില്ല. യു നീഡ് ടു ട്രാവൽ ഫ്രം ദെയർ ടു ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നിടം വരെ അല്പ രോഗം വെക്കും. ലാസ്റ്റ് അവർ ഈ ആശ്രയിച്ച മനുഷ്യരിൽ നിന്നെല്ലാം മാറ്റി യേശുവിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പൂർണ്ണസൗഖ്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ്. കർത്താവ് പറയാണ്, ഞാൻ എല്ലാ ജോലിയും പൂർത്തീകരിച്ചൊരു ദൈവമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് കുറവ്? ഇപ്പം നമ്മൾ ദൈവത്തെ നേരിട്ട് കാണാം. ദൈവത്തെ ആരും നേരിട്ട് കണ്ടിട്ടില്ലെന്ന് പറയുന്നു. പക്ഷെ അല്ല, ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നപ്പോൾ യേശു വിളിച്ചു പറഞ്ഞത് സകലതും പൂർത്തിയാക്കി. കാരണം അത് നമ്മളോടല്ല പറഞ്ഞത്, പിതാവിനോട്. മനുഷ്യൻ കലക്കി കുളമാക്കി വെച്ചത്, പിശാചിനെ അടിമത്തമാക്കി നിത്യജീവൻ നഷ്ടപ്പെട്ടത്, ഞാൻ എൻ്റെ രക്തം കൊടുത്ത് തിരിച്ചു വാങ്ങിച്ചിരിക്കുന്നു, എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയെന്ന് പിതാവിനോട് സംസാരിച്ചത്. പിതാവിനോട് പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് ഇവിടെ പിതാവാണ് പറഞ്ഞത് പൂർത്തീകരിച്ചു എന്ന്.
ഇവിടെ പുതിയ നിയമത്തിൽ യേശു ക്രൂശേ കിടന്നാണ്. ആ ക്രൂശാണ് നമ്മുടെ ഓൾട്ടർ. അവിടെ കിടന്ന് യേശു പറഞ്ഞു ഞാൻ പൂർത്തീകരിച്ചു. ഇനി അത് സ്വീകരിച്ചെടുത്ത് എൻ്റേതാക്കേണ്ടതിന് കുറേ ജോലികളുണ്ട്. അതിനാണ് ഈ സുവിശേഷം കൊടുക്കുന്നത്. അതിനാണ് ദിവസവും വാക്യം വേണ്ടത്. അതിനാണ് നമുക്ക് ഹോപ്പ് വരേണ്ടത്. അവിടുന്നാണ് നമുക്ക് ഉത്തേജനം വരേണ്ടത്. അവിടാണ് ജീവൻ കരുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം കേൾക്കണം, ദൈവവചനം പ്രസംഗിക്കണം, കർത്താവിൻ്റെ അനുഭവം അനുഭവിക്കുന്നവർ സാക്ഷ്യം പറയണം. ഇതൊക്കെ നിർബന്ധമാണ്. കാരണം ദൈവം പിതാവിനോട് പറഞ്ഞ് പൂർത്തിയാക്കി എന്ന് പറഞ്ഞത് എൻ്റേതാക്കി എടുക്കാൻ പല സ്റ്റെപ്പുകളുണ്ട്, കടമ്പകൾ. ആ പ്രോസസ്സ് ഇറ്റ് ഈസ് ഗോയിങ് പ്രോസസ്സ്. അതായത് ദൈവം അത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ഞാൻ ചില സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യകാലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി ചിലർക്ക് സൗഖ്യം കിട്ടും. പ്രാർത്ഥനാ കൂട്ടത്തിൽ 10-20 പേരെ കാണത്തുള്ളൂ, പക്ഷെ പിന്നെ അവരെ കാണത്തില്ല. അപ്പം ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവെ ഉടനടി സൗഖ്യം കിട്ടിയിട്ട് നിന്നെ മറക്കാനാണ് പിന്നെ സൗഖ്യം കിട്ടിയിട്ടെന്ത്? അല്പസാവകാശം കൊടുത്താൽ മതി. കർത്താവിനറിയാം നമ്മുടെ ഭാരങ്ങളെല്ലാം ഒറ്റയടിക്ക് അടിച്ചു മാറ്റിയാൽ നമ്മൾ ദൈവത്തെക്കാട്ടിലും വിശേഷമായി മാറും. നമ്മൾ പിന്നെ വമ്പ് പറയുന്നവരായി മാറും. അത് ദൈവത്തിന് സഹിക്കത്തില്ല. ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത ചില കാര്യങ്ങൾ, 6 കാര്യങ്ങൾ ഞാൻ സദൃശ്യവാക്യം 6-നകത്ത് വായിപ്പിച്ച് ഓർക്കുന്നില്ല. ദൈവത്തിന് ചിലത് സഹിക്കൂല. അതിലൊന്നാണ് ഈ ഗർവമുള്ള, ഈ വമ്പ് പറയുന്ന നാവ്. അത് സഹിക്കത്തില്ല. അത് നമ്മളിൽ ഉണ്ടാകരുത്. 6 കാര്യം ഞാൻ വെറുക്കുന്നു, 7 കാര്യം എനിക്ക് അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണ്, വ്യാജ്യമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാല്. ഓരോ അവയവങ്ങളെടുത്ത് ഉപയോഗിക്കുന്നു. എന്ത്? ഒഷ്കു പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. സങ്കടമല്ലേ? വിശ്വാസി എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മുടെ ഇടത്തിലല്ലേ? ഇടതും വലതും ഞാൻ കാണും, നമ്മളിലുണ്ട്. അഴിഞ്ഞു പോകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, സകലതും പൂർത്തിയാക്കിയെന്ന് ഉൽപ്പത്തിയിൽ പറഞ്ഞപ്പോൾ എന്തുമാത്രം അവിടുന്ന് സന്തോഷിച്ചു. ഇവിടെ എൻ്റെ ജനത, എൻ്റെ മക്കളെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ മനോഹരമായ പൂക്കളും നല്ല ഇറിഗേഷനും നല്ല വെള്ളവും നദിയും നല്ല മനോഹരമായ പൂക്കൾ, അതുകൂടാതെ അതിലെല്ലാം തേനീച്ചകൾ, അതിൻ്റെ കൂടെ രാവിലെ തോറും പാട്ടുപാടുന്ന ചെറിയ ചെറിയ ബേഡുകൾ, പക്ഷികൾ, പിന്നെ വലിയ പക്ഷികൾ, ഇവരെല്ലാം എത്ര സന്തോഷമായിട്ടുണ്ടാക്കി വെച്ചേച്ച് ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ മക്കൾക്കാണ്, എൻ്റെ മക്കൾക്കാണെന്ന് ദൈവം ചിന്തിച്ചു. ആദത്തിനെ അവ്വയുമാണ് ആദ്യമേ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ഒരു ഏദൻ തോട്ടം മനോഹരമായി താൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ സകലതും പൂർത്തിയാക്കി ഇത്ര കരുതുന്ന ഒരപ്പൻ ഞങ്ങൾക്കുണ്ടായിട്ട് ഞങ്ങൾ ഈ അവസ്ഥയിലായത് എന്താണെന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്തിനാണ് ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താ ജീവിതത്തിലെ ഹോപ്പ് അല്ലെങ്കിൽ പ്രത്യാശ എന്ന് ഇല്ലാത്തവർ ചോദിക്കാറുണ്ട്. എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. കർത്താവേ, കണ്ണ് തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചെവി അടഞ്ഞിരിക്കുന്നവരുടെ ചെവി തുറക്കണമേ. ഹൃദയം അടഞ്ഞിരിക്കുന്നവരെ ഹൃദയത്തെ, കല്ലുപോലെ ഐസ് പോലെ ഇരിക്കുന്ന ഹൃദയത്തെ ചെയ്ത് ശുദ്ധിയുള്ള വെള്ളമാക്കി അത് നല്ല മനോഹരമായ പൂന്തോട്ടമാക്കണം. അവിടത്തേക്ക് അത് ചെയ്യാൻ സാധിക്കും. നാഥനത് ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രത്യാശ ഇട്ട് കൊടുക്കപ്പച്ച. അസാധ്യമെന്നൊരു കാര്യം നിൻ്റെ മുമ്പിലില്ല. ഏതാണ് നമുക്കൊരിക്കലും സാധിക്കത്തില്ല എന്ന് വിചാരിച്ചെടുത്ത് എൻ്റെ കർത്താവിൻ്റെ കരം ചെന്നിപ്പോൾ തൊടുന്നതിന് നന്ദി. മക്കളുടെ തലമേലപ്പച്ചൻ കൈവച്ച് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് തന്നെ വിഷയം ഏറ്റെടുത്ത് ഉത്തരം തരുന്നത് ഞാൻ പ്രവർത്തിക്കും. ആരത് തടസ്സപ്പെടുത്തും? നിൻ്റെ രട്ടഴിച്ചു മാറ്റി, നിൻ്റെ വിലാപം മാറ്റി നിന്നെ നൃത്തം ചെയ്യിപ്പിക്കുമെന്നും രട്ട് മാറ്റി ഉത്സവ വസ്ത്രം അല്ലെങ്കിൽ സന്തോഷ വസ്ത്രം ഉടുപ്പിക്കുമെന്നും വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം നിറവേറട്ടെ. അപ്പച്ചൻ്റെ വാക്കുകൾ ഓരോന്നും ഭർത്താവ് ഭൂമി ഉള്ളിടത്തോളം കാലം, സൂര്യൻ ഉള്ളിടത്തോളം കാലം ഈ വാക്കുകൾക്ക് ജീവനുണ്ട്. സൂര്യനും പറന്നു പോകും, അകന്നു പോകും, ആകാശവും മറന്നു പോകും, അതുപോലെ ഭൂമിയും ചുരുട്ടുന്ന പോലെ ചുരുട്ടിപ്പോകും, എന്നാലും നിൻ്റെ വചനം നിലനിൽക്കുന്നവരെന്ന്. സൂര്യചന്ദ്രന്മാർ മാറിയാലും ഭൂമി അഴിഞ്ഞു പോയാലും എല്ലാം ഇല്ലാതെയായാലും നിൻ്റെ വചനം നിലനിൽക്കുന്നു എങ്കിൽ ഞങ്ങൾക്കതിനൊരു പ്രത്യാശയുണ്ട്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. വാക്കു പറഞ്ഞാൽ വാക്കു മാറാത്തനായ ദൈവത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥാ, ഈ വലിയൊരു പ്രത്യാശ തിരിച്ചു കൊടുത്തതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. അപ്പച്ചൻ്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ നീ അനുവദിക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.